പറടാ. ഒന്ന് മാറിയടി, ഒന്ന് മാറി. ഒന്ന് ത്രില്ലായി വന്നായിരുന്നു. കറണ്ട് പോവാൻ കണ്ട ടൈം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്ത് ചെയ്യാൻ, അവളെ നോക്കി നിൽക്കാം, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ? പറഞ്ഞ പോലെ ഇവള് കുറേ നേരമായാലോ തുടങ്ങിയിട്ട്. നിനക്കിതൊന്ന് പൊട്ടിച്ചു കൊടുത്തൂടെ? നിന്റെ കസിനല്ലേ, അങ്ങനെ നമുക്കില്ലാത്ത അവക്കും വേണ്ട. നിനക്ക് ഞാൻ ഇങ്ങനെ നടക്കണ കണ്ടിട്ടേ ഒട്ടും സഹിക്കുന്നില്ല അല്ലേ? എൻ്റെ എല്ലാ സീക്രട്ടും ആ കുരിപ്പിനറിയാം. നമ്മളന്ന് സിഗരറ്റ് വലിച്ചതും ഉയറ് കുടിച്ച് ഇവിടെ ബോധമില്ലാതെ ഓരോന്ന് കാട്ടിക്കുട്ടിയതും എല്ലാം അവളുടെ കയ്യിലുണ്ട്. ഇതെങ്ങാനും വീട്ടിലറിഞ്ഞാണ്ടല്ലോ അവരൊരു കുഴി തോണ്ടി തരും, നേരെ പോയി അതിൽ മലന്ന് കിടന്നാൽ മതി. ഓ ഡാർക്ക് എൻ്റെ ഉണ്ടല്ലേ, എന്നാ തീരെ. അപ്പോൾ ഞാൻ മാത്രം സോളെന്ന് ശരിയല്ലല്ലോ. ഓ നീയാ ഈ പറയുന്നേ? അന്ന് നിൻ്റെ കൂടെ കാറി പോയപ്പോഴേ അവൻ വിളിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് എന്നെ റോഡിൻ്റെ നടുക്കിറക്കി വിട്ടിട്ട് പോയവളല്ലേടി നീ? അന്ന് വല്ല പാണ്ടി റോഡിൽ വന്ന് ഇടിച്ചിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ. ഏടി അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ, സോറി. സോറി. അതെ, എന്തായാലും കറണ്ട് ഇല്ല, നമുക്കാണെങ്കിൽ വേറെ പണിയുമില്ല. എന്നാൽ പിന്നെ എന്തെങ്കിലും കളിച്ചാലോ? ഓജാ ബോർഡായിരിക്കും കളിക്കാൻ പോകുന്നത്. എങ്ങനെ മനസ്സിലായി? അത് പിന്നെ അങ്ങനെയാണല്ലോ. ഈ രാത്രി നമ്മൾ 3 പെൺപിള്ളേർ എന്ത് കളിക്കാനാ? അല്ല, അത് കളിക്കുന്നപ്പോൾ ബോർഡൊന്നും വേണ്ടേ? അപ്പം പേടിയൊന്നുമില്ലേ? എന്തിനു പേടിക്കുന്നത്? ഞങ്ങളിതൊക്കെ കുറേ കളിച്ചിട്ടുള്ളതാ. ഞങ്ങൾ കളിക്കുമ്പോൾ പ്രേതം പോയിട്ട് ഒരു കൂടെ പോലും വന്നിട്ടില്ല. അതൊക്കെ സിനിമയിൽ. ആ, നമുക്കൊരു പേടിയില്ല. അപ്പം നിങ്ങൾ റെഡിയാണോ? റെഡി. ആ, പ്രേതെങ്കിൽ പ്രേതം, വാ നമുക്ക് കളിക്കാം. ഓക്കെ, എന്നാൽ എൻ്റെ അടുത്തൊരു അടിപൊളി സാധനമുണ്ട്. ബ്ലഡി മേരി. അതെന്തോന്നാ? ഇതാണ് സംഭവം. ഇതൊരു അമേരിക്കൻ ഗെയിമാണ്, പക്ഷെ നമുക്കിത് മതി. ഈ ഓജോ ബോർഡൊക്കെ കളിച്ചിട്ട് വല്ല വിവരമില്ലാത്തൊരു വരുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ്. ഇതാവുമ്പോൾ സേഫ് ആണ്. എഴുതി കിട്ടു. അവിടെ എന്താ? വന്നു. ഒലക്ക പൂച്ചെങ്ങാനും ചാടിയതായിരിക്കും. അല്ല, ഇതവള. നിക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അല്ല, ഞങ്ങളും വരുന്നു. ഇതെന്താ കല്ല്? ഞാൻ പറഞ്ഞില്ലേ, വന്നു. അതെന്താ? ആ നോക്കാം. ഹലോ ഗേൾസ്. ആരാ? അത് ശരി, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നേ? ഞങ്ങളോ? ആ, നിങ്ങൾ തന്നെ. മേരി ചേച്ചിക്ക് വരാൻ പറ്റില്ല, പുള്ളിക്കാർ കുറച്ച് തിരക്കിലായി പോയി. ലണ്ടനിലെ ഒരു ആലിസിൻ്റെ കൂടെ പോയി. അതിൻ്റെ പകരമല്ലേ ഞാൻ വന്നേ. നിങ്ങൾ പറ. അപ്പോ താൻ? ഞാനൊരു പാവ ആത്മാവാണ്. പറ, നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്തു തരണ്ടേ? ആത്മാവോ? താനോ? ഇതൊക്കെ ആത്മാവ് ചേട്ടൻ എങ്ങനെ അറിയാം? അങ്ങനെ പലതും അറിയാം. ആത്മാവ് ചേട്ടൻ കൊള്ളാലോ. ചേട്ടൻ്റെ പേര് പറ, എന്താ? ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ചോദിക്കരുത്, അത് റൂൾസിനെതിരാണ്. സോറി, അറിയാ ചോദിച്ചതാ. അപ്പൊ ഈ പെൺപിള്ളേരെ കുറിച്ച് അറിഞ്ഞു വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? അത് റൂളിനെതിരല്ല. ഇപ്പൊ മനസ്സിലായി ഈ ശരീരം എങ്ങനെ ആത്മാവായിന്ന്.
നിങ്ങൾക്ക് എന്നോട് വേറെ ഒന്നും ചോദിക്കാനും പറയാനൊന്നുമില്ലേ? അതെ ആത്മാവേ, എനിക്കൊരാഗ്രഹമുണ്ട്, അതൊന്ന് സാധിച്ചു തരുമോ? ഹലോ, ഞാൻ ഒരു ആത്മാവാണ്, കുപ്പിൽ നിന്ന് ഭൂതമല്ല എല്ലാ ആഗ്രഹവും സാധിച്ചു തരാൻ വേണ്ടി. പിന്നെ നിൻ്റെ ആഗ്രഹം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ അങ്ങോട്ട് മാറിയിരുന്നേ. ചേട്ടാ അല്ല, ആത്മാവേട്ട എപ്പോഴാണ് പോവാ? പോവാനാ? എങ്ങോട്ട് പോവാൻ? അല്ല, പാലേ പോകുന്നില്ലേ? പാലയിലാരാ? അല്ല, നിങ്ങൾ പാലമരത്തിലല്ലേ താമസിക്കുന്നത്? ഓ, ഇത്രയും വലിയ ഞാൻ പാലമരത്തിൽ പോയി എങ്ങനെ ഇരിക്കും? അതൊക്കെ വിവരമില്ലാത്ത ആരോ പണ്ട് പറഞ്ഞുണ്ടാക്കിയതാ. അപ്പോൾ പോകുന്നില്ല? പോവാനോ? ഞാനും ഇവിടെ തന്നെ അല്ലേ. അല്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. എന്താ പോണ്ടേ? അത് ശരി, ഇതെങ്ങനെ ശരിയാവണേ? എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇപ്പൊ പെട്ടെന്ന് പോകാൻ പറയണോ? അയ്യോ ആത്മാവേട്ട, ചൂടാവല്ലേ. നമ്മൾ രസത്തിന് കളിച്ചു നോക്കിയതാ, ഇങ്ങനെ ഒരാൾ വരുമെന്ന് പോലും വിചാരിച്ചില്ല. അതെന്ത് വർത്താനായി പറഞ്ഞ? ഞാൻ പോവില്ല. ചേട്ടാ ഇപ്പൊ പോ ചേട്ടാ, ഞങ്ങൾ പിന്നെ ഒരു ദിവസം വിളിക്കാം. വിളിക്കോ? ഉറപ്പ്. പോവാം, പക്ഷെ അങ്ങനെ ഇങ്ങനൊന്നും പോകാൻ പറ്റൂല. അങ്ങനെ ചില റൂളൊക്കെ ഉണ്ട്. അതിന് റോളുണ്ടോ? ആരാണോ എന്നെ വിളിച്ചേ ആ ആൾ റൂമിൽ പോയി ബ്ലഡി മേരി ഗോ ബാക്ക് എന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് പേടിയാണ് ഒറ്റയ്ക്കൊക്കെ വരാൻ. പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല. എടി പോടി. ഇവിടെയൊന്നും ചെയ്യില്ലല്ലേ? ഉറപ്പല്ലേ? ഇല്ല, ഉറപ്പ്. എടി നീ ഒന്ന് നിക്ക്, ഒന്നും ചെയ്യില്ല എന്നല്ലേ പറഞ്ഞേ? ശരി, ഞാൻ നിക്കാം. എന്നൊന്നും ചെയ്യില്ലല്ലോ അല്ലേ? ഉറപ്പാണ്. നിങ്ങൾ ഒന്ന് ഇറങ്ങി പുറത്തോട്ട് നിൽക്കോ. എടി ശ്രദ്ധിക്കണേ. ഞങ്ങൾ പുറത്തുണ്ട് കേട്ടോ. എനിക്ക് നിന്നെ കാണണ്ട, ഞാൻ പിന്നെ എന്ത് ചെയ്യും? എടാ, നീ എന്തീ പറയണേ? നീ ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട. എടാ ശരിയാവില്ല അതൊന്നും, എനിക്ക് തന്നെ കണ്ടേ പറ്റുള്ളൂ. എടാ, അഞ്ചു ഉണ്ട് ഇവിടെ. അവൾ എങ്ങാനും കണ്ട അത് മതി, വീട്ടിൽ വിളിച്ച് പറയും. നീ ഒന്ന് പോയേ. അതൊന്നും കുഴപ്പമില്ലെന്ന്. നീ ആ ജനലിൻ്റെ അടുത്തേക്ക് വന്നേ, എനിക്ക് എന്നെ കണ്ടേ പറ്റുള്ളൂ. പെട്ടെന്ന് വാ. നീ എന്തിനാണ് ഫ്യൂസ് ഊരിയേ? ഇനി ഞാൻ എവിടെയെന്ന് അന്വേഷിച്ചാൽ രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങോട്ട് വരും. എടാ അതിനൊക്കെ വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നീ എന്നെ കണ്ടില്ലേ? ഇനി പൊക്കോ. എനിക്ക് എന്നെ കണ്ടാൽ മാത്രം പോരാ. പക്ഷെ എങ്ങനാടാ, ഇപ്പോഴുമാരെങ്ങാനും കണ്ട ആകെ പ്രശ്നമാവും. അതല്ലേ ഞാൻ പറഞ്ഞ വഴിയുണ്ടെന്ന്. നീ അവരെ മറ്റേ ബ്ലഡി മേരി ഗെയിം കളിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് ആ തക്കം നോക്കി ഞാൻ എങ്ങനെയെങ്കിലും അകത്ത് കയറിക്കോളാം. ഒന്ന് ചെയ്യടാ. പക്ഷെ നീ പ്രേതാണെന്നൊക്കെ ഇവളുമാരെ വിശ്വസിക്കുമോ? അതിനൊക്കെ വഴിയുണ്ടെന്നേ. നീ എൻ്റെ അടുത്ത് അവരെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ? അതൊക്കെ വെച്ച് ഞാൻ ഒരു കീച്ചം കീച്ചിക്കൊള്ളാം. അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിനെക്കാട്ടും കൂടുതൽ മറ്റുള്ളവരുടെ കാര്യം തിരക്കാനാണല്ലോ ആളുകൾക്ക് ഇഷ്ടം. നീ ഒന്നും ടെൻഷൻ അടിക്കണം, ഒക്കെ സെറ്റ് ആയിക്കോളും. എടാ ഭയങ്കര, നിനക്ക് ഇത്രയൊക്കെ കുരുട്ട് ബുദ്ധിയോ? പിന്നെ അല്ല, അവരെയല്ല, അവരെ അപ്പന്മാരെ വരെ നമ്മൾ പറ്റിക്കും. പിന്നെ എന്നാ ഒരു കാര്യം ചെയ്, മോൻ ഇങ്ങോട്ട് പോര്. ഓക്കെ, വരുവാ. ഓക്കെ, എന്തായാലും കൊള്ളാം. ഇവിടെ